ഹലോ ചങ്ങായിമാരെ, ഇന്നൊരു അടിപൊളി പൈനാപ്പിൾ സൂഫ്ലി ആയാലോ? എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ജാർ എടുക്കുക, ഒരു പിടി പൈനാപ്പിളും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ 8 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിനൊന്ന് കുതിരാൻ വേണ്ടി വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്യുക, ബാറ്റർ വെച്ച് കൊടുക്കുക, ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. മറ്റേ അടുപ്പിൽ നമുക്ക് ചൈന ഗ്രാസിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ചൈന ഗ്രാസ് മെൽറ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക, ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുക്കുക, നെയ്യ് തടവി കൊടുക്കുക, ബാറ്റർ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിതിനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു സോസ് പാൻ എടുക്കുക, ഒരു പിടി പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക, ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മെൽട്ടാക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ പൈനാപ്പിളിലോട്ട് നന്നായി മെൽട്ടായി കിട്ടണം നമുക്ക്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ജെല്ലി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഒരു പാൻ എടുക്കുക, അതിലോട്ട് ജെല്ലി ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ മെൽട്ടാക്കി വെച്ച പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്രഷ് ക്രീമിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ് കേട്ടോ. മിൽക്ക് മെയ്ഡും മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നല്ല അടിപൊളി പൈനാപ്പിൾ സൂഫ്ലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ബൈ ബൈ.